ഇല്ലേ ഇത് ഞാനാ പറഞ്ഞ എങ്ങനെ മനസ്സിലാവാനാ? ഫസ്റ്റ് സിജും ചുളരി മീട്ട് കലർന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതിലെ കായം വെൽവെൽ വിളമ്പാണ്. നമസ്തേ, രാഗവും രുചിയും എപ്പിസോഡിൽ ഇന്ന് കൊങ്കണി പാട്ടും കൊങ്കണി വിഭവവുമാണ്. കൊങ്കണി വിഭവം ഏതാ? വെൽവെൽ. അപ്പം ഞങ്ങൾ ഇന്ന് ഇരിക്കുന്നത് ടെക് ട്രാവൽ ഈറ്റ് സുജിത് ഭക്തന്റെ വീട്ടിലാണ്. ഋഷിക്കുട്ടനുണ്ട്. പറയൂ ഋഷിക്കുട്ടൻ. ഋഷിക്ക് നാണം. ഋഷിക്കുട്ടനുണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട്. ഋഷിക്കുട്ടൻ, സുജിത്തിന്റെ അമ്മ ഗീത ചേച്ചി, ശ്വേത, സുജിത്തിന്റെ അച്ഛൻ, എല്ലാവരും ഉണ്ട്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഋഷിക്കുട്ടൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ പാട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഋഷിക്ക് വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്ത ഒരു പാട്ടാണ് ബാള ജോജോരെ. ആദ്യമായിട്ട് ആ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്തത് ഋഷിക്കുട്ടൻ്റെ നെയ്മിങ് സെറമണിക്ക് വേണ്ടിയാണ്. അത് വളരെ ഹിറ്റായി ആ പാട്ട് ഋഷി കാരണം. ഇപ്പം എനിക്ക് തോന്നുന്നു മലയാളീസ് പോലും ആ പാട്ട് അവരുടെ ഫംഗ്ഷന് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അതൊരു മറാഠി സോങ് ആണ്, എന്നാലും ഒരുപാട് കൊങ്കണി വേർഡ്സും ആ പാട്ടിലുണ്ട്. ആ പാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം. കുറേ നാള് ഈ പാട്ട് കേട്ട ഋഷി ഉറങ്ങിക്കൊണ്ടിരുന്നത് അല്ലേ? ഇന്ന് ഉറങ്ങുവോ? ഓക്കെ. ബാളാ ജോ ജോ രേ കുലഭൂഷണ ദശരഥ നന്ദന നിദ്രാ കരി ബാള മനമോഹന രാമ ലക്ഷ്മണ ബാള ജോ ജോ രേ ബാള ജോ ജോ രേ. അപ്പൊ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അല്ലേ? എന്താണ്? വെൽവെൽ. ഇത് നമ്മുടെ ഓലൻ തന്നെ അല്ലേ? മലയാളീസിന്റെ ഓലൻ. അതുമായിട്ട് എന്താ വ്യത്യാസം? ഓലൻ എന്ന് പറഞ്ഞാൽ അത് കുമ്പളങ്ങയും വൻപയറും മാത്രമേ ഇടത്തുള്ളൂ. അതെയോ? അതെ. നമ്മുടെ ഇതിനകത്ത് കുമ്പളങ്ങ, മത്തങ്ങ, ചേമ്പ്, പിന്നെ നമ്മള് പച്ചമുളക്, ഉരുളക്കിഴങ്ങ്. പിന്നെ എനിക്ക് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതിലെ കായം. വെളിച്ചെണ്ണയും നമ്മൾ മേടിക്കണം. പിന്നെ ഈ മത്തങ്ങ നന്നായിട്ട് വെന്ത് കഴിയുമ്പം അതൊന്ന് ഉടഞ്ഞ ഒരു മഞ്ഞ കളർ അതിന് കിട്ടും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഇന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നത്? മത്തങ്ങ, ഇത് കഷ്ണം അരിഞ്ഞത്, വെള്ളരിക്ക ഇടാറുണ്ട്. വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ ഏതെങ്കിലും ഇടാം. ഇത് ചേമ്പും, ഇത് കിഴങ്ങ്, പിന്നെ ഇത് മത്തങ്ങ ലാസ്റ്റ് ആയിടുന്ന തോന്നുന്നു. പിന്നെ തേങ്ങാപ്പാല്, അതാണ് മെയിൻ. രണ്ടാം പാല് വേണം ഇത് വേവിക്കാൻ. എന്നിട്ട് നമ്മൾ വെന്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യത്തെ പാൽ ഒഴിക്കണം. പിന്നെ അത് വെന്തൊരു പരിവായി കഴിയുമ്പോഴത്തേക്കും റെഡി ആവുമ്പോ കായം, വെളിച്ചെണ്ണ, പച്ചമുളക്, കറിവേപ്പില. പച്ചമുളക് ആദ്യം ഇടണം കേട്ടോ. കടുക് വറുക്കാറില്ല. ഇല്ല, അതിന് അവരും കടുക് വറുക്കത്തില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം കാണാം. ഇനി ഇത് വേവിക്കാൻ പോവാണല്ലേ? ഇതെല്ലാം കൂടെ ഇട്ട് വേവിച്ചിട്ട് ഏറ്റവും അവസാനമാണ് മത്തങ്ങ വേവിക്കുന്നത് അല്ലേ? അല്ല, അവസാനമല്ല, ഒരു പകുതി ആവുമ്പോഴത്തേക്കും, അതായത് ഇതിന്റെ പകുതി വേവ് ആവുമ്പോഴത്തേക്കും മത്തങ്ങ ഇട്ടാൽ അപ്പൊ എല്ലാം കറക്റ്റ് പരത്തില് വെന്ത് വരും. അവസാനം വെളിച്ചെണ്ണ ഇടും, കായപ്പൊടി ഇടും. അതാണല്ലേ? അത് മാത്രല്ല, ഇത് തിളയ്ക്കാൻ പാടുണ്ടോ? ലാസ്റ്റ് ഒന്നാം പാൽ ഇട്ട് കഴിയുമ്പോ അധികം തിളപ്പിക്കരുത്. തിളച്ചു കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ആവും. അതങ്ങനെയാണ്. ഒന്നാം പാൽ ഇട്ടാല് കട്ടി വേണ്ട നമുക്ക്. കട്ടി വേണമെങ്കിൽ ഒന്നാം പാല് ചേർത്തിട്ട് ഓഫ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇത് വെൽവെലിനുള്ള പ്രിപ്പറേഷൻ അല്ല. വെൽവെൽ അവിടെ വേറെ നടക്കുന്നുണ്ട്. ഇത് വേറെ തോരന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ്. പടവലങ്ങയാണ്.
ചൂടായിരുന്നു വന്നപ്പോ. എവിടം വരെ എത്തി? ദാ ഇത് കഷ്ണങ്ങളെല്ലാം ഇട്ടു, മത്തങ്ങ എല്ലാം ഇട്ടു. വെന്തോ? പകുതി വെന്തു, കുറച്ചുകൂടി വേകാനുണ്ട്. ഇനിയിപ്പോ ഉപ്പിടാം. ഇനി ലാസ്റ്റ് ആണ് മറ്റേ തേങ്ങാപ്പാൽ ഒഴിക്കുക അല്ലേ? ഒന്നാം പാല് ഇത് അല്ലേ? ഉപ്പിട്ടെല്ലാം കഴിഞ്ഞ് നമ്മള് വെന്തൊരു പരിവാക്കി കഴിയുമ്പോൾ ഫസ്റ്റ് സിജം ചുളരി മീട്ട് കലർന്നാമോ? അത്തക്കന്നെ മാത്രം മതി. വേവേ പകുതി വെന്തിട്ട് ഉപ്പിട്ടാ മതി അല്ലേ? അതെ. പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ പടവലങ്ങ തോരൻ വെച്ചു, പിന്നെ അച്ചിങ്ങ മെഴുക്കുരട്ടി ഉണ്ട് അല്ലേ? അതുണ്ടായിട്ടില്ല. അതൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വിഭവസമൃദ്ധമാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ്. ഇവരുടെ ഒരു ചെറിയ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോവാണ് ഞാൻ. ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ഐക്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന്റെ ആൻസർ അതിൽ എഴുതണേ. ഓക്കെ. ശ്വേതയ്ക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് സുജിത്ത് എഴുതണം. സുജിത്തിന് ഇഷ്ടമുള്ള കളറാണ് ഏതാന്ന് ശ്വേത എഴുതണം. അതെനിക്ക് വരെ അറിയാം. സുജിത്തിന് ഇഷ്ടമുള്ള കളർ എനിക്കറിയാം, നാട്ടുകാർക്ക് മുഴുവനും അറിയാം സുജിത്തിന്റെ. അപ്പൊ വായിച്ചോ, ശ്വേതയ്ക്ക് ഇഷ്ടമുള്ള കളറ്. ഓക്കെ, സുജിത്തിന്റെ കളറ് റെഡ് ആണെന്ന് എനിക്കറിയാമായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, നല്ല മനപ്പൊരുത്തമുണ്ട്. ഓക്കെ, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആദ്യമായിട്ട് കണ്ട സിനിമ ഏതാണ്? ശ്വേത എഴുതിക്കോ, സുജിത്ത് എഴുതിക്കോ. രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോയി കണ്ട മൂവി ഏതാണ്? രണ്ടുപേരും എഴുതണം. സിനിമ കണ്ടില്ലേ? പിന്നെ കണ്ടില്ലേ, ഇവര് പോയതാണല്ലോ. എന്നാ രണ്ടാമത് ലേറ്റസ്റ്റ് കണ്ട മൂവി ആണെങ്കിൽ ശരി, എന്നാ ലേറ്റസ്റ്റ് കണ്ട മൂവി അതറിയാതെ സുജിത്തിന് അതൊന്നും ഓർമ്മയില്ല. എന്താ അറിയാം, സുജിത്തിന് ഒത്തിരി യാത്രകൾ കാരണം മൂവി അല്ല, സത്യം പറഞ്ഞാൽ ഓർമ്മ, എനിക്കും ഓർമ്മയില്ല ആദ്യം കണ്ട മൂവി ഏതാന്ന്. ആദ്യം കണ്ടത് വേണ്ട, ലേറ്റസ്റ്റ്. അതെ, ലേറ്റസ്റ്റ് മൂവി. ലേറ്റസ്റ്റ് നിങ്ങൾ കണ്ട എനിക്കറിയാലോ, നിങ്ങൾ കണ്ട മൂവി എന്നോട് ചോദിക്കും ഞാൻ. കഴിഞ്ഞു. അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ. അല്ല, അത് ആടുജീവിതം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ മഞ്ഞുമേൽ ബോയ്സ്. ആര് പറഞ്ഞു? മഞ്ഞുമൽ ബോയ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബാംഗ്ലൂർ പോയി. ആടുജീവിതം എനിക്കറിയാം, ഞാൻ കണ്ടു. ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടു. അത് കേട്ടോ, പ്രേമലു ആണ് കേട്ടോ. പ്രേമലു അല്ല, പേമലു. പേമലു ആണ്. ഓക്കെ, അടുത്തത് ശ്വേത ജനിച്ച സ്ഥലം സുജിത്ത് എഴുതണം. സുജിത്ത് ജനിച്ച സ്ഥലം ശ്വേത എഴുതണം. കൊച്ചി. ഇനി നെക്സ്റ്റ്, സുജിത്തിന് യാത്ര ചെയ്തതിലേക്കും വെച്ച് ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലം. ശ്വേതയ്ക്ക് യാത്ര ചെയ്തതിലേക്കും വെച്ച് ഇഷ്ടപ്പെടാത്ത സ്ഥലം സുജിത്ത് എഴുതണം. ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ കംഫർട്ടബിൾ അല്ലാതിരുന്ന ഒരു സ്ഥലം. അത് സുജിത്തിന് കംഫർട്ടബിൾ അല്ലാതിരുന്ന സ്ഥലം ശ്വേത എഴുതണം. ശ്വേതയ്ക്ക് കംഫർട്ടബിൾ. രാജ്യമാണോ, കൺട്രി ആണോ? ആ, കൺട്രി. ഓക്കെ, കൺട്രി എന്ന് പറയുമ്പോഴത്തേക്കിനും എഴുതിയാ മതി. എഴുതണം, പറയാൻ പാടില്ല. അവിടെ പോകേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബാഡ് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സ്ഥലം. കൺട്രി ആവണമെന്നില്ല, ഏതെങ്കിലും സ്ഥലം. സുജിത്തിന് മനസ്സിലാവുമല്ലോ ശ്വേത എന്തെങ്കിലും, അതായത് യാത്രയുടെ ഇടയിൽ സുജിത്തിന് കംഫർട്ടബിൾ അല്ലാതിരുന്ന ഒരു സ്ഥലം. വരണ്ടായിരുന്നു എന്ന് തോന്നുന്ന സ്ഥലം ശ്വേത എഴുതണം. ബേസിക്കലി അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവാറില്ല. കാരണം നമ്മൾ എവിടെ പോയാലും നമ്മള് ഏതൊരു സാഹചര്യവുമായിട്ടും കംഫർട്ടബിൾ ആകുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു രാജ്യം ഇല്ല, അങ്ങനെ ഒരു സ്ഥലം ഇല്ല. ഞാനിപ്പോ അത് ആലോചിച്ചോണ്ടിരുന്നത്. എന്നാലും ചേട്ടന് നല്ലൊരു കാര്യം. ഇപ്പൊ എന്നോട് ഏത് രാഗവും ഇഷ്ടമല്ലാത്ത എന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കും. അതെ, കറക്റ്റ്. എല്ലാ രാഗവും എത്ര ഉറക്കം വരുന്ന രാഗമാണെങ്കിലും അതിന് ഉറക്കം വരുത്താനുള്ള കഴിവെങ്കിലും ഉണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പൊ അതൊക്കെ. ഇനി അറ്റയർ ഏതാണ്? ശ്വേത ഇടുന്ന എന്ത് അറ്റയർ? സാരിയാണോ, ഫ്രോക്കാണോ, ജീൻസ് ആണോ സുജിത്തിന് ഇഷ്ടം? സുജിത്തിന് ഇടുന്നത് എന്താണ് ഇഷ്ടം? ഫ്രോക്ക്. ശ്വേത ഫ്രോക്ക് ഇടുന്ന ഇഷ്ടം? ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഡ്രസ്സ്. ശ്വേതയ്ക്കോ?
എനിക്ക് ചേട്ടൻ ഇതേപോലെ ഡ്രസ്സ് ഇടുന്നത്. ഞാൻ എപ്പോഴും സുജിത്തിന് എന്താ ഇഷ്ടം? സുജിത്തിന് എന്താ ഇഷ്ടം? അല്ല ഞാൻ എനിക്ക് നിക്കർ കൊടുക്കും. അത് ഇപ്പോഴാ ചേട്ടൻ വീണ്ടും ഇടുന്നത്. ഞാൻ പണ്ട് ചേട്ടൻ ഇടുമ്പോ പറയുമായിരുന്നു, അതിനിടയ്ക്ക് ചേട്ടൻ ഒരു കാലത്ത് പാന്റ് മാത്രമേ ഇടത്തുള്ളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അന്നൂന് അത് ഇട്ടാ നല്ല ഭംഗിയായിരിക്കും, ഇടത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ചേട്ടൻ വീണ്ടും ഇതിലോട്ട് മാറിയത്. സോ അതിപ്പോ ഞാൻ ഇടക്കിടക്ക് മാറും ഇങ്ങനെ. ചിലപ്പോ ഷർട്ട് മാത്രം ഇടും, ചിലപ്പോ ടീഷർട്ട് മാത്രം ഇടും, ചിലപ്പോ ഷോർട്സ് ഇടും. പിന്നെ കുറെ നാളത്തേക്ക് നിനക്ക് ഉടുപ്പേ ഇടുന്ന ഇഷ്ടല്ലേ? പോക്കുന്നില്ല. അല്ല, അതൊരു ഭയങ്കര ഒരു ഐക്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, യൂണിറ്റി നിങ്ങളുടെ. കാരണം ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാര് ഇന്നതിടുന്ന ഇഷ്ടമല്ല, പക്ഷെ ശ്വേതയ്ക്ക് എന്താണോ ഇഷ്ടം അത് തന്നെ സുജിത്തും ഇഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രോക്കൊക്കെ ശ്വേത ഇടുന്നത് ഇത് ആക്ച്വലി കംഫർട്ടബിൾ അല്ലേ? ശ്വേതയ്ക്ക് വേറെ പലതും ഇടാൻ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ സമ്മതിക്കാതില്ല. ഇല്ല, ഒന്നുമല്ല. അതിനെന്താ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഏത് ഡ്രസ്സാണെങ്കിലും അവരവരുടെ കോൺഫിഡൻസ് പോലെ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു സാരി ഉടുത്തിട്ട് ചേരുന്ന ആളാണെങ്കിൽ പോലും അയ്യോ ഉടുക്കണ്ടായിരുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ നേരെ മറിച്ച് എന്ത് ഡ്രസ്സ് ഇട്ടാലും അത് ക്യാരി ചെയ്യുന്ന രീതിയായിരിക്കും. ഇപ്പൊ ശ്വേത അതെല്ലാം കംഫർട്ടബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഫുഡ്, ശ്വേതയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്, സുജിത്തിന് ഇഷ്ടമുള്ളത് ഏതാണ്? തമ്മിൽ എഴുതണം. എനിക്കറിയാം. എനിക്ക് മസാല ദോശ, ശ്വേതയ്ക്ക് പൊറോട്ട. അതെ, കറി പോലും ഇല്ലെങ്കിലും കഴിക്കും. വെറുതെ ഉണക്ക പൊറോട്ട എവിടെയെങ്കിലും കഴിക്കും. ഇഷ്ടം. പിന്നെ ഇതും എത്ര വേണമെങ്കിലും തട്ടിക്കോളും. ഇനി ഇപ്പൊ ഞാനൊരു സിംഗർ ആയതുകൊണ്ട് ഒരു മ്യൂസിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തത്. കുറച്ച് ക്വസ്റ്റ്യൻസ് മ്യൂസിക്കലാണ്. അതിന്റെ അനുപല്ലവി പാടും ചില ഫിലിം സോങ്സിന്റെ. പല്ലവി നിങ്ങൾ ഗസ് ചെയ്യണം. ഞാൻ പാടുന്നത് എനിക്ക് തോന്നുന്നു ഫിലിം സോങ് ആയതുകൊണ്ട് പല്ലവിയാണ് ആദ്യം വരുന്നത്. സ്റ്റാർട്ടിങ് പല്ലവി. എനിക്ക് തോന്നുന്നു ഫിലിം സോങ് ആയതുകൊണ്ട് അത് ശ്രേയ പാടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പാട്ടിൻ്റെ അനുപല്ലവി പാടാം. അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് ഭയങ്കര ഈസി ആയിരിക്കും, എന്നാലും ശ്രമിക്കാം. ആനച്ചന്തം പൊന്നാമ്പൽ ചമയം നിന്നാണ് കരിമിഴി കുരുവിയെ കണ്ടില്ല. പാടാനൊന്നും പറ്റില്ല. ഫസ്റ്റ് വൺ കിട്ടി. നെക്സ്റ്റ് വൺ കുറച്ച് പഴയതാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. നീ പാടിയ നല്ലതാണ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? പാട്ട് ഇഷ്ടമാണ്. ആണോ? പാടിക്കാം നമുക്ക്. നെക്സ്റ്റ് സോങ്. കിളി വന്നു കുഞ്ചിയ ജാലകവാതിൽ കളിയായി ചാടിയതാരേ ദളമർമരം വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ തുള്ളി ഉറങ്ങി. ഓക്കെ, സെക്കൻഡ് വൺ. ആദ്യം അറിയാമോ പാട്ട് അറിയാമോ? ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ടാമത്തെയും കിട്ടി. മന്ത്രത്ത പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം തുഞ്ചത്തായൂഞ്ഞാലിടാം ആകാശ പൊന്നായിഴകളിൽ ആഴത്തിൽ തൊട്ടേ വരാം. അതിനകത്തല്ലേ ജാനകി പാടിയ പാട്ടല്ലേ? സൗണ്ട് മോഡുലേഷൻ ഒക്കെ വരുത്തി പാടുന്നൊരു പാട്ട്. നല്ല പാട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. കാതൽ റോജാവേ. കൺമൂടി പാത
എന്താണതോ ഏതാണതോ അങ്ങനെ കിട്ടി. വെരി ഗുഡ്. ആരാ ജയിച്ചേ? സുജിത്തോ? ഞാൻ 4 പാട്ട് പറഞ്ഞു. ഇത്രയും ഇതായാൽ മതി. വെൽവെലാണോ? ഋഷിക്ക് വൽവല് വെള്ളരിക്കയാണ് ഭയങ്കര ഇഷ്ടം. പിള്ളേർക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് വൽവല്. ഇല്ലേ പ്രിയക്ക്? തീർച്ചയായിട്ടും അതിപ്പോ കാണാനുണ്ട്. ഋഷി കഴിക്കുന്നുണ്ടോ? എന്റെ ചേട്ടന്റെ മോൾക്ക് ഹായ് ചാസവേ വെൽവെൽ ചാസവേ വെൽവെൽ നല്ലതാണോ? വെൽവെൽ ചാങ്കവേ ചാസവേ. നടുക്കാണ് അമ്മയുടെ സൈഡ്. സൈഡില് വെൽവെൽ വിളമ്പാണ്. വാവ്. കൊങ്കണി വിഭവങ്ങൾ ഏറ്റവും ഇഷ്ടം ഏതാ സുജിത്? കുക്കാഗസി. അതും തൊലിയുള്ള കുക്കാഗസി അല്ലേ? കുക്കാഗസി പിന്നെ എന്താണ് തക്കാമ്പട്ട് കൂവള അല്ലെ കുമ്പളങ്ങ. ഇതൊക്കെ ഞങ്ങളുടെ ഭാഷയിലുള്ള സാധനങ്ങളാണ്. കൂവള അമ്പട്ട് എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ ഇട്ടിട്ട് തേങ്ങ അരച്ച് മോരൊഴിച്ച് ഒരു കറിയുണ്ട്. പുളിശ്ശേരി പോലെ ഇരിക്കും, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി കട്ടിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. അതേപോലെ കുക്കാഗശി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങിന്റെ ഒരു ടൈപ്പ് ഓഫ് തീയലാണ്. ബട്ട് തീയലല്ല അല്ലെ, കുറച്ച് വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ തേങ്ങ വറുത്തരച്ച ഉരുളക്കിഴങ്ങിന്റെ കറി. അതെ, അത് തൊലിയോടുകൂടി. തൊലിയില് ഭയങ്കര വൈറ്റമിൻസ് ആണെന്നാ പറയണേ അല്ലേ? അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊങ്കണി അമ്പലങ്ങളില് സദ്യക്ക് എന്ത് ടേസ്റ്റ് അല്ലത്. രുചി. അതെ, അതേപോലെ നമ്മൾ വീട്ടിൽ വന്ന് ഉണ്ടാക്കാൻ പോയ ആ രുചി കിട്ടില്ല. പാവം പ്രശാന്ത് ഇവിടെ വന്ന എന്നും പച്ചക്കറി മാത്രമേ ഉള്ളൂ. മീൻകറി കിട്ടിയായിരുന്നേ കൊള്ളാം. പച്ചക്കറി മാത്രല്ല, കൊങ്കണി വിഭവം മാത്രല്ലേ. ഇവന്മാർ രണ്ടുപേരും ഉള്ളപ്പം നമുക്ക് മറ്റേതൊക്കെ മേടിക്കാം. ഇവനും അവൻ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ വെൽവല് അല്ലേ? അടിപൊളി, നല്ല വെൽവല്. എന്തായാലും അമ്മായിമ്മയും മരുമോളും കൂടെ തകർത്തു. എനിക്ക് സുജിത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഫാമിലിയെ ഇത്രയും കെയറിങ് ആയിട്ട് കെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഹസ്ബൻഡ്. ഹാറ്റ്സ് ഓഫ്. അത് എന്നും അങ്ങനെ തന്നെ ആവട്ടെ. കുക്കിംഗ് ആണെങ്കിലും അതെ, ഫുഡ് അങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും. എന്തായാലും വളരെ സന്തോഷം ഇന്നിങ്ങനെ നിങ്ങളുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും. ഒരു സന്തോഷമല്ലേ പ്രിയക്ക് ഇങ്ങനെ? തീർച്ചയായിട്ടും. എല്ലാവരും എപ്പോഴും ഉണ്ടാവൂലല്ലോ, ഇങ്ങനെ ആരെങ്കിലും വല്ലപ്പോഴും ആണ്. ഞാൻ അതാണ്, സുജിത്ത് വല്ലപ്പോഴും ഒക്കെ വീട്ടിലുണ്ടാവാറുള്ളൂ. അപ്പൊ ഇന്ന് 2-3 ദിവസത്തേക്ക് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ ഓടി വന്നത് അതാണ്. എന്തായാലും ഇനിയും കാണാം, ഇതുപോലെ വല്ലപ്പോഴും മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്.